ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഒരുപാട് കാലമായി തർക്കത്തിലേർപ്പെടുന്ന ഭൂപ്രദേശമാണ് ഫോക്ലാൻഡ് ഐലാൻഡ് അഥവാ മാൽവിനാസ്. അതിൻ്റെ പേരിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള ഒരു സെമി ഫൈനൽ മത്സരം വന്നപ്പോൾ രാഷ്ട്രീയപരമായി കൊണ്ട് ഈ മത്സരത്തിന് വലിയ ശ്രദ്ധ ലഭിച്ചിരുന്നു. മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ അർജന്റീന പരാജയപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം അർജന്റീൻ താരങ്ങൾ ഉയർത്തിയ ഒരു ബാനറാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുള്ളത്. അതായത് മാൽവിനാസ് അഥവാ ഫോക്ലാൻഡ് ഐലാൻഡ് അത് അർജന്റീനയുടേതാണ് എന്ന തരത്തിലുള്ള ഒരു ബാനർ അർജന്റീൻ താരങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. ലിസാൻഡ്രോ മാർട്ടിനസ്, ലോ ചെൽസോ എന്നിവരൊക്കെ ആ ബാനർ പ്രദർശിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ UK-യിൽ ഉയരുന്നത്. ഫിഫയുടെ നിയമപ്രകാരം പൊളിറ്റിക്സ് കളിക്കളത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ അർജന്റീൻ താരങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഫിഫയോട് ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർ ഓരോരുത്തരായിക്കൊണ്ട് പറഞ്ഞത് നമ്മൾ പരിശോധിക്കുകയാണ്. UK-യുടെ പ്രൈം മിനിസ്റ്ററുടെ വക്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: വേൾഡ് കപ്പ് ഞങ്ങളുടേത് അല്ലാതിരിക്കാം, പക്ഷേ ഫോക്ലാൻഡ് ഐലാൻഡ് ഞങ്ങളുടേത് തന്നെയാണ്. അവരോടുള്ള ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ഒരിക്കലും അവസാനിച്ചിട്ടില്ല. ഫൈനലിന് 2 ടീമുകൾക്കും ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് സ്പെയിനിന് കൂടുതലായി ആശംസകൾ നേരുന്നു. ഇതാണ് UK പ്രൈം മിനിസ്റ്ററുടെ സ്പോക്ക് പേഴ്സൺ അഥവാ വക്താവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി പീറ്റർ കെയ്ൽ, അദ്ദേഹം UK-യുടെ ബിസിനസ് എനർജി വിഭാഗങ്ങളുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒട്ടും യോജിക്കാത്ത ഒരു പ്രവൃത്തിയാണ് അർജന്റീന താരങ്ങൾ നടത്തിയിട്ടുള്ളത്. ഫുട്ബോളിൽ നിന്നും പൊളിറ്റിക്സ് വിട്ടു നിൽക്കണം. അത് വേൾഡ് കപ്പിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഫിഫ ഇതിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളണം. ശക്തമായ അന്വേഷണം നടത്തി ആ താരങ്ങളെ വിലക്കണം. ഇതാണ് പീറ്റർ കെയ്ൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി UK-യിലെ ലിബറൽ ഡെമോക്രാറ്റിക് ലീഡറായ എഡ് ഡേവി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഫിഫയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. താരങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണം. ഫിഫയുടെ നിയമങ്ങൾ കൃത്യമായി ലംഘിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഫിഫ ടൂർണമെൻറ്റുകളിൽ നിരോധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശക്തമായ നടപടി വേണം. ഇതാണ് എഡ് ഡേവി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഇംഗ്ലണ്ടിൽ ഉടനീളം വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ശക്തമാവുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്നലെ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ അർജന്റീൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ഉണ്ടായേക്കും. അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കാരണം നിരോധിക്കപ്പെട്ട പൊളിറ്റിക്സ് അവർ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വിലക്ക് അവർക്ക് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. വരുന്ന ഫൈനൽ മത്സരം ഈ താരങ്ങൾ എന്തായാലും കളിച്ചേക്കും. ഒരു പക്ഷേ പിഴയൊക്കെ അഥവാ ഫൈനൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെയുള്ളത്. അല്ലാതെ വിലക്ക് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഇൻവെസ്റ്റിഗേഷൻ ഈ താരങ്ങൾക്കെതിരെ നടക്കും. അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇംഗ്ലണ്ടിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ശക്തമാവുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.